ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിച്ചൂസിലേക്ക് സ്വാഗതം. നരച്ചുമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത്. ഹെന്നയും ഡൈയും എന്നും ഇനി ഷോപ്പിൽ നിന്നും വാങ്ങേണ്ട കാര്യമില്ല. നമുക്ക് അപ്പോഴത്തേക്ക് മാത്രം മുടി കറുക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ വെളുത്ത് വരികയും ചെയ്യും. ഇതാകുമ്പോൾ നമുക്ക് മുടി വളരാനും നല്ലൊരു ഹെയർ ഡേ കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു പഴയ ബ്രഷ് വെച്ച് തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയേ. അപ്പോൾ നമ്മളുടെ തലമുടി മാത്രമല്ല, മീശയിലും താടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നോർമൽ വാട്ടറിൽ 1 മണിക്കൂർ ശേഷം കഴുകി കളഞ്ഞാൽ നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്ത് വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ മീശയും താടിയും ഒക്കെ തന്നെ കറുത്ത് വരികയും ചെയ്യുവേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഉലുവയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം കറ്റാർവാഴയുമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ മുടിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള 2 സാധനങ്ങളാണ്. അപ്പോൾ കറ്റാർവാഴയുടെ മഞ്ഞ കറയൊക്കെ കറഞ്ഞ ശേഷം ഞാൻ നെടുവേ ഒന്ന് പിളർന്ന് കൊടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ജെല്ലിലിരുന്ന് നമുക്ക് ആ ഉലുവയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടണം. അതിനാണ് നമ്മൾ നെടുവേ പിളർന്ന് കൊടുത്തത്. അതിനുശേഷം ഞാനൊരു 1/4 കപ്പ് ഉലുവയാണ് എടുത്തിരിക്കുന്നത്. അതൊരു സ്പൂൺ വെച്ച് നമ്മളുടെ ആ ജെല്ലിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ആ സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തും ഒന്ന് പരത്തിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഉലുവയൊക്കെ ആ ജെല്ലിൽ തന്നെ ഇരുന്നോളും. അതിനുശേഷം വേണം നമുക്ക് പിറ്റേ ദിവസം വേണം ഇതെടുത്ത് നല്ല പോലെ തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാനേ. അപ്പോൾ ഇത് വെള്ളത്തിലല്ല, നമ്മളിത് ഈ കറ്റാർവാഴ ജെല്ലിലിരുന്ന് കുതിരുമ്പം തന്നെ നല്ല എഫക്റ്റീവാണ് നമ്മളുടെ മുടിക്കൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത് മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് കളർ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡൈ കൂടെയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിൽ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ്. ഇതിപ്പം തന്നെയല്ല, നമ്മൾ പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. എന്നാലും നല്ല പോലെ തന്നെ കുതിർന്ന് വീർത്ത് വരത്തുള്ള. അപ്പം നമുക്ക് പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പം നല്ലപോലെ തന്നെ നമ്മളുടെ ആ ഉലുവയൊക്കെ ആ ജെല്ലിലിരുന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ, കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നല്ല പോലെ തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരു ചെറിയ ജാറിലിട്ട് ഈ ഉലുവയും ആ ജെല്ലും രണ്ടും കൂടെ നല്ലപോലെ അരച്ചെടുക്കണം. ഞാൻ ചെറിയൊരു ജാറിലിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് ഒന്ന് ചിരണ്ടി കൊടുത്താൽ മാത്രം മതി. ആ ജെല്ലും ഉലുവയും എല്ലാം കൂടെ ഇതുപോലെ തന്നെ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ആ ജെല്ലിലിരുന്ന് തന്നെ നമുക്ക് നല്ലപോലെ തന്നെ അരഞ്ഞ് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട, നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. നമുക്ക് ബാക്കിയുള്ള ആ ജെല്ലെല്ലാം ഇതിലേക്ക് ഞാൻ സ്പൂൺ വെച്ച് ഒന്ന് വരണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡൈ കൂടെയാണ്. കാരണം ഉലുവ നമുക്കറിയാം നമ്മളുടെ മുടി വളരാനും മുടിയിലെ താരം പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് കറ്റാർവാഴയും. ബാക്കിയുള്ള കറ്റാർവാഴയുടെ ജെല്ല് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഞാൻ അരച്ചെടുത്തെയാണ് ഈ കാണുന്നത്. നമ്മളുടെ ആ ജെല്ലും ഉലുവയും കൂടെ അരച്ചെടുത്തെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രയും വേണം അത്രയൊക്കെ ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഇട്ട ശേഷം 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടി ഇട്ട് വേണം മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇതുപോലെ ഒരു സവാള എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഗ്രേറ്റ് ചെയ്ത് ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ അതിൻ്റെ ജ്യൂസ് കിട്ടും. അപ്പോൾ ആ ജ്യൂസിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് നല്ലപോലെ തന്നെ ജ്യൂസ് കിട്ടാനാണ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ജ്യൂസിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. സവാളയുടെ ജ്യൂസും നമുക്കറിയാം മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനത് നല്ലപോലെ തന്നെ ഒറ്റയടിക്ക് നമ്മൾ മൊത്തമായിട്ട് ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തിക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി 2-3 പനിക്കൂർക്ക കൂടെ ഞാനൊന്ന് കൈകൊണ്ട് പിഴിഞ്ഞൊഴിക്കുവാണ്. കാരണം നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് വെക്കുമ്പോഴേ 1 മണിക്കൂറൊക്കെ അപ്ലൈ ചെയ്ത് വെക്കുമ്പോൾ നീര് വീഴ്ചയൊക്കെ ഇല്ലാതിരിക്കാനാണ് ഇതിൻ്റെ നീര് കൂടെ എടുക്കുന്നത്. അതുകൂടെ പിഴിഞ്ഞൊഴിച്ച് നമുക്കിപ്പം തന്നെയല്ല ഈ ഇരുമ്പ് ചീനച്ചട്ടിയിലിരുന്നൊന്ന് ബ്ലാക്ക് കളറിൽ വരണം കേട്ടോ. അതിനായിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മൂടി വെക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് പിറ്റേ ദിവസം നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ ആ ചട്ടിയിലിരുന്ന് നമ്മളുടെ നെല്ലിക്കയുടെ കറയും അതുപോലെ തന്നെ നമ്മളുടെ ഉലുവയും എല്ലാം തന്നെ ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്പൂണിലൊക്കെ എടുത്തപ്പോൾ ഇനി നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇനി വേണമെന്നുണ്ടെങ്കിൽ സവാളയുടെ നീര് ബാക്കിയുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ ഒത്തിരി ആയാൽ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചിറങ്ങും കേട്ടോ. ഇതിപ്പോൾ കറക്റ്റാണ്. ചെറിയൊരു ബൗളിൽ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഞാൻ ഒരു പഴയ ബ്രഷ് വെച്ച് നോക്കിയപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കൃതാവിൻ്റെ ആ ഭാഗത്തും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാണ്. മുടിയെല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മീശയെല്ലാം കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്